എൻ്റെ അറിവിൽ മുതലാളിക്കുള്ള എല്ലാ ഇടപാടും നമ്മൾ വീട്ടിൽ കഴിഞ്ഞ് ഇനി ഒന്നും ബാക്കില്ല. ഉണ്ട് കോയക്ക, ഒരാധാരം കൂടി തിരിച്ചു കൊടുക്കാനുണ്ട്. എന്നോട് ക്ഷമിക്കണം. മറ്റൊരാവശ്യത്തിനായിരുന്നു അന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോഴാണ് നിൻ്റെ ജ്യേഷ്ഠൻ ആധാരം കയ്യിലാക്കിയത് കണ്ടത്. നിങ്ങളെ രക്ഷിക്കാൻ എനിക്കപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. നന്ദിയുണ്ട്. അന്ന് നിങ്ങളങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആ വീടും പറമ്പും ഏതെങ്കിലും ഒരു പലിശക്കാരൻ്റെ കയ്യിലാകുമായിരുന്നു. പിന്നെ മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധം. എന്നോടൊന്നും തോന്നരുത്. ഏയ്, നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. ഏതായാലും വാ, ഒരു കാര്യം പറയട്ടെ. ഇയാളെ പരിചയമുണ്ടോ? നാട് വിട്ടുപോയി എന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന എൻ്റെ ഇക്ക. തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നടത്തിയ പോരാട്ടത്തിന് എൻ്റെ ഒപ്പം നൽകിയ സമ്മാനം. തക്ക സമയത്ത് ഞാൻ ഇടപെട്ടതുകൊണ്ട് ഈ ശരീരത്തിൽ ജീവനെങ്കിലും ബാക്കിയായി. ഇക്കയെപ്പോലെ എനിക്കും ഉപ്പയെ എതിർക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ ഇക്കയുടെ വായിലേക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ ഉണ്ടാവണ്ടേ? അങ്ങനെയാണ് ഞാൻ ഉപ്പയുടെ വിശ്വസ്തനായ മകനായി വേഷം കെട്ടിയത്. ഇക്ക തളർന്നു വീണ ഷോക്കിലാണ് ഉമ്മ മരിച്ചത്. ഈ സംഭവങ്ങളൊന്നും പുറം ലോകത്ത് ആർക്കും അറിയില്ല. അറിയാൻ പാടില്ലെന്നാണ് മുതലാളിയുടെ ഓർഡർ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ആ കിടക്കുന്ന സാധുവിൻ്റെ ജീവൻ കൂടി നഷ്ടമാവും. ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നീ മുമ്പ് പറഞ്ഞ പോലെ ഈ നാട്ടിലെ പാവങ്ങളെ അനാഥരാക്കി പോയി കളഞ്ഞ എൻ്റെ ഇക്ക ഇനി ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കട്ടെ. ഇനി എനിക്കൊരു ബാധ്യത കൂടി ബാക്കിയുണ്ട്. ദാ ഈ നിൽക്കുന്ന കോയാക്ക. വീടൊന്ന് ശരിയാക്കി കൊടുക്കണം. കൃഷി ചെയ്യാൻ കുറച്ച് ഭൂമിയും കൊടുത്താൽ മൂപ്പരങ്ങനെ ജീവിച്ചു പോയിക്കൊള്ളും. സത്യം പറഞ്ഞാൽ എന്നെ നിയന്ത്രിക്കുന്നത് മൂപ്പരാ. കോയാക്ക അവിടുന്ന് പോകാനൊരുങ്ങിയതാ, ഞാനാ പിടിച്ചു നിർത്തിയത്. ഒരുപാട് കടപ്പാടുണ്ട് ഇദ്ദേഹത്തോട്, മറക്കാൻ കഴിയില്ല. ഒരു ബാപ്പയുടെ സ്നേഹമാണ് കോയാക്ക എനിക്ക് തരുന്നത്. ഉപ്പ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ തമ്മിൽ ഇനി കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങളോടൊക്കെ ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കും.